ഹായ്, ഇന്ന് നമ്മളിതേ മാമലക്കണ്ടത്തേക്കുള്ള റൂട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തേക്കാം. പ്ലാനൊന്നും ഉണ്ടായില്ല, പെട്ടെന്ന് തീരുമാനിച്ചത്. വർക്കിച്ചിനെ വിളിച്ചു, ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അപ്പം തന്നെ വർക്കിച്ചെന്തേ വണ്ടിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു. നമ്മൾ നേരെ പോന്നു. അപ്പോൾ നേരെ നമുക്ക് മാമലക്കണ്ടം പോയിട്ട് സംസാരിക്കാം. അപ്പോൾ അതേ കോതമംഗലം കഴിഞ്ഞ് കുറച്ചും ഇങ്ങോട്ട് പോകുന്ന നേരത്ത് തന്നെ അതേ കാട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമ്മൾ പോകുന്നത് ഫുള്ള് ഇതുപോലത്തെ ആംബിയൻസ് ഉള്ള സ്ഥലത്തോടെ തന്നെയാണ്. നമ്മൾ ഈ റൂട്ടിൽ വരുമ്പോൾ തന്നെ ഉണ്ട് നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഇവിടെ കയറല്ല, നേരെ മാമലക്കണ്ടത്തേക്ക് തന്നെ പോവാം കേട്ടോ. അപ്പോൾ നമ്മളിത് ആ വഴി ഒരു കുറച്ചും കൂടെ വന്നു നേരത്തെ ഇതുപോലെ മാമലക്കണ്ടത്തേക്ക് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു ബോർഡ്, ഇവിടെ സൈൻ ബോർഡ് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിലെത്തുന്നു. അപ്പോൾ നമ്മളിത് ആ വർക്കിച്ച് നിർത്തിയേക്കണതിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള വഴി നേരെ എടുത്തു കഴിഞ്ഞാൽ മാമലക്കണ്ടത്തേക്കുള്ള റോട്ടിൽ നമ്മൾ എൻട്രി ആയി. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് അതിസുന്ദരിയായിട്ടായിരിക്കും ഈ റൂട്ട് ഇപ്പോൾ കിടക്കുന്നത്. ഇതുപോലെ ഒരു കോൺക്രീറ്റ് ചെയ്ത ഒരു ചെറിയ പാതയുണ്ട് ഇങ്ങനെയുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ബസ് റൂട്ടും കൂടിയാണ്. നമ്മൾ ബസ്സൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ മാറി കൊടുക്കേണ്ടി വരും. കാരണം ഒരു ബസ്സിന് പോകാനുള്ള ഗ്യാപ്പ് മാത്രമേ റോഡിനുള്ളൂ. പിന്നെ KSRTCയുടെ ടൂർ പാക്കേജ് നടത്തുന്നുണ്ട് മാമലക്കണ്ടത്തേക്ക്. അതുവഴിയും നമുക്ക് ബുക്ക് ചെയ്ത് KSRTCയിൽ ഈ സ്ഥലത്തേക്ക് വരാൻ പറ്റും. പിന്നെ അത്യാവശ്യം കുറച്ച് ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ട്രാവലേഴ്സ് ആണെങ്കിൽ ബൈക്കിന് വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് അവർക്ക്. ഇതുപോലെ മഴയത്ത് കോട്ടൊക്കെ ഇട്ട് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റിയ സ്പോട്ട്. നിങ്ങൾ മഴയുള്ള ടൈമിലൊക്കെ വന്നേന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വ്യൂ, ഇത്രയും കോടയുള്ള, അതും ഈ കാടിനകത്തോടെ കിടിലം വ്യൂ, ഇത് നിങ്ങൾക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾ ഒരു മഴയുള്ള ടൈമിലാണ് ഈ ഭാഗത്തേക്ക് വന്നേന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മുടെ ട്രിപ്പിന്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും മാമലക്കണ്ടത്തേക്ക് ട്രാവൽ ചെയ്യുന്നത് ഈ ഒരു ഗവൺമെന്റ് സ്കൂളും അതിന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടവും കാണാൻ വേണ്ടിയിട്ടാണ്. മഴയൊക്കെ പെയ്തേക്കുന്നതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം നല്ല സജീവമാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ആൾക്കാരും ഇവിടെ നല്ല തിക്ക് തിരക്കായിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടത് ആ ഒരു ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ വാട്ടർഫോളും സ്കൂളും കിട്ടുന്ന രീതിയിൽ നിന്ന് ഫോട്ടോ എടുക്കണം. അതാണ് എല്ലാവരുടെയും ഇവിടുത്തെ ആവശ്യം. മാമലക്കണ്ടം സ്കൂള് കണ്ടു കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് ഒരു ഇത്തിരി വരുമ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഒരു വെള്ളം ഒഴുകാൻ സ്ഥലം കിട്ടും. ഇവിടെ അത്യാവശ്യം ഇറങ്ങാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. എല്ലായിടത്തും ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, കാരണം നല്ല തെന്നലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കാരണം സേഫ് ആയിട്ടുള്ളവർക്ക് മാത്രം ഇവിടെ ഇറക്കുക. വർക്കിച്ച ഇനി നമ്മൾ തിരിച്ച് വന്ന വഴിയാണോ പോകുന്നത്, അതോ ആലോ മൂന്നാർ റോഡിലെ നേര്യമംഗലം ഭാഗത്ത് പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തിരിച്ച് പോകാം? നമുക്ക് ആലുവക്കാണോ പോണേ? ആ വഴി പോവാല്ലേ? അതെ, ഒരാളു
അപ്പോൾ നമുക്ക് തിരിച്ചു വേണ്ട, തിരിച്ച് നമുക്ക് ഏതായാലും കോടയും കാര്യങ്ങളൊക്കെ കിട്ടി അടിപൊളിയായിട്ട് നമ്മൾ വന്നത്. നമുക്കിനി നേരെ മൂന്നാർ റോഡിൽ പോയി ചാടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. എടാ മഴയുടെ അളവൊന്ന് കൂടിയല്ലോ, ഹെവി മഴയായല്ലോ. അപ്പോൾ ഞങ്ങളിതേ ഇറങ്ങിയത് ഇവിടെ താഴ്ത്താറുന്നുണ്ടാ. നമ്മൾ മാമലാണ്ട റോഡിൽ നിന്ന് മാമലാണ്ട സ്കൂളിൽ നിന്ന് വന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് വരുമ്പോഴാണ് നമുക്കിത് ഈ ഒരു സ്ഥലമുള്ളത്. ഇവിടെ അത്യാവശ്യം ഇറങ്ങാനൊക്കെ പറ്റും, വലിയ പേടിക്കാനൊന്നുമില്ല, കുറച്ച് സേഫായിട്ടുള്ള സ്ഥലത്ത്. നമ്മളിപ്പോൾ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങാൻ വരുന്നത് ഇവിടെ ഇതുപോലെ നമുക്ക് കുളിക്കാനുള്ള സെറ്റപ്പിൽ പറ്റിയൊരു സ്ഥലം. അതായത് വെള്ളം വന്നിങ്ങനെ നിന്നിട്ട് കെട്ടി നിന്നിട്ട് ഒലിച്ചു പോകണം ആ ഒരു സ്ഥലം. അവിടെ നമുക്ക് അടിപൊളിയായിട്ട് കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. പറയാം അർപ്പിച്ചാ നോക്കി പോയി തെന്നി വീഴൂട്ടാ. നമ്മളെ കാടിനകത്തോടെയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇതുപോലത്തെ ചെറിയ അരുവികൾ, ചെറിയൊരു വെള്ളച്ചാട്ടം തന്നെ വിളിക്കാം, അതടക്കം നമുക്ക് നല്ല വെള്ളമായിട്ട് സജീവമായിട്ട് കാണാം. കാരണം ഈ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട്. നമ്മൾ മഴ ഇല്ലാത്ത ടൈമിലോ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഉണങ്ങി കിടക്കും, ഇവിടെ ഒന്നും വെള്ളം ഉണ്ടാവില്ല. നമുക്ക് ഇതൊക്കെ ആസ്വദിച്ച് തന്നെ നമുക്ക് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ ചെയ്യാം. അപ്പോൾ ഞങ്ങളിത് മൂന്നാർ റോഡിലൊന്ന് ചാടിയിട്ടുണ്ട്. നമ്മളിത് ഈ ഒരു സ്ഥലത്ത് 6 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ആ വഴിക്ക് നമുക്ക് നേരെ നമ്മുടെ നാട്ടിലേക്ക് പോകാം, ആലുവയ്ക്ക് പോകാം. ഈ വഴിക്ക് നേരെ മൂന്നാറിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേക്കാൾ മുമ്പായിട്ട് ഞാൻ ഒരു സ്ഥലം കൂടി കാണിച്ചു തരാം. സ്ഥലം നമ്മൾ വന്നിറങ്ങിയ ആ സ്ഥലത്ത് നിന്ന് ഒരു 3-4 കിലോമീറ്റർ കൊണ്ട് വന്നു നേരത്ത് നമ്മൾ നേരിമംഗലം സൈഡിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു 5 മൈൽ ട്രൈബൽ സെറ്റിൽമെൻറ്റ് കോളനി ഉണ്ട്. അവിടെ ഇറങ്ങി ചെല്ലുന്നത് അടിപൊളി ഒരു പാലവും അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ കൂടെ നല്ലൊരു വെള്ളം ഒഴുകണ ഒരു അരുവിയും കൂടി. ഇവിടെ ഇത്രയും മഴ പെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റുവാണെന്ന്. നമുക്ക് ജസ്റ്റ് അടുത്ത് നിന്നിട്ട് നോക്കാം. ഇതൊരു ട്രൈബൽ കോളനിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അന്യവാഹനങ്ങളും ആളുകളൊന്നും പ്രവേശനം ഇല്ല എന്നുള്ളതൊരു എഴുതി ചെയ്തിട്ടുണ്ട്, ആദിവാസി സംരക്ഷണ സമിതിയുടെ ഇത്. പക്ഷെ നമുക്ക് അധികം ദൂരമൊന്നും പോകണ്ട, നമുക്ക് ഈ പാലം വരെ ഒന്ന് നടന്നു പോയിട്ട് വരാം. നമുക്കിത് ഈ പാലം വരെ പോയാൽ മതി, ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഞാൻ കാണിക്കാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ്, സ്ഥലത്തിനടിയിൽ കൂടെ പോകണ ഈ ഒരു അരുവി. ഇത് ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ഇത്രയും വെള്ളം കലങ്ങി വന്നേക്കണോണ്ടാണ്, ഇല്ലെങ്കിൽ ഇത് നല്ല ഭംഗിയാണ് ഇവിടെ. നമുക്കത് ആ വഴിക്ക് നമുക്ക് താഴത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇത് അവിടെ ചെന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇത് മഴ കുറവുള്ള ടൈമിൽ നല്ല രസമായിരിക്കും, കൂടെ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ, നമുക്ക് അതിനകത്ത് ഇറങ്ങാം. ഇതുപോലെ കലങ്ങിയോ നല്ല വെള്ളം, നല്ല നീറ്റും ഉള്ളവർക്ക് ആ ടൈമിൽ. അപ്പോൾ ഈ വഴിക്കൊക്കെ പോണവർ ഈ ഒരു സ്ഥലം മിസ് ചെയ്യാണ്ടിരുന്നു. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഇങ്ങനെ ഇതിപ്പോൾ കലക്ക് വെള്ളം ഇത്രയും മഴ പെയ്തേക്കണോണ്ടാണ്, അല്ലെങ്കിൽ നല്ല ഭംഗിയായി ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനും എല്ലാം അടിപൊളിയായി ഇവിടെ. ഇപ്പം മാമലകണ്ടമൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം എന്തായാലും പോകാൻ പറ്റിയ സൂപ്പർ സീസണാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴക്കാലം തുടങ്ങണുള്ളൂ, അതിന് മുമ്പായിട്ട് വേനൽ മഴ കുറച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ അവിടെ. ഇപ്പോൾ വീഡിയോയിൽ കണ്ടില്ലേ, നല്ല അടിപൊളി കോടയും കാര്യങ്ങളൊക്കെ ഉള്ള സൂപ്പർ ക്ലൈമറ്റ്. അപ്പോൾ പോകാനായിട്ട് നിൽക്കുന്നവരൊക്കെ ഈ ടൈമിൽ തന്നെ പൊയ്ക്കും. കാരണം മഴക്കാലമൊക്കെ വന്ന് ഒരുപാട് മഴയൊക്കെ പെയ്ത് കഴിയാൻ നേരത്ത് പിന്നെ ആ വഴിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാവും, വെള്ളക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ആവും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ പോകുന്നവരൊക്കെ ഇപ്പോൾ പോകും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിരുന്നായിരുന്നു. വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും വീട്ടിൽ വീഡിയോ ആയിട്ട് കാണാം.